നിന്നാണ് ഭാഗവതം കിട്ടിയത്. അങ്ങനെ ബ്രഹ്മാവിൽ നിന്നാണ് തുടങ്ങിയത്. ബ്രഹ്മാവ് നാരദർക്ക്, നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്ക്, വേദവ്യാസ മഹർഷി വിശ്വബ്രഹ്മർഷിക്ക്, അങ്ങനെയാണോ അത് പോകുന്നത്. അപ്പോൾ ബ്രഹ്മാവിൽ എവിടെ നിന്ന് ഭാഗവതം കിട്ടി എന്നതിൻ്റെ ഉത്തരമാണ് പിന്നീട് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രഹ്മാവ് കുറേ കാലം ഇരുന്നിങ്ങനെ തപസ് ചെയ്തു. എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാക്കുക എന്ന് ബ്രഹ്മാവിന് അറിയില്ലായിരുന്നു. അത്ര എളുപ്പമൊന്നുമല്ല പ്രപഞ്ചം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യം. അപ്പം ഇതിന് മുമ്പത്തെ കൽപ്പത്തിൽ എങ്ങനെയായിരുന്നോ പ്രപഞ്ചം അതുപോലെ ഉണ്ടാക്കി. അപ്പം ബ്രഹ്മാവ് കുറേ കാലം ഇരുന്നങ്ങനെ ആലോചിച്ചു. പക്ഷെ എങ്ങനെയാണ് പ്രപഞ്ച നിർമ്മാണ വിധി യഥാഭവേ, എങ്ങനെയാണ് ഈ പ്രപഞ്ച നിർമ്മാണം ചെയ്യേണ്ടത് എന്ന് ബ്രഹ്മാവിന് ഉത്തരമൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് പെട്ടെന്ന് ബ്രഹ്മാവ് വെള്ളത്തിൽ നിന്ന് രണ്ട് ശബ്ദം കേട്ടു എന്ന് പറയാം. സ്പരിശേഷി ഒരു ഷോഡശം ഏകവിംശം, സ്പരിശങ്ങളിൽ 16-ാമത്തെയും അതേപോലെ ഏകവിംശം മുതൽ 21-ാമത്തെയും അക്ഷരമാണ് അത്രേ ബ്രഹ്മാവ് കേട്ടത്. അതെന്താണെന്ന് ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയണില്ല. അപ്പോൾ നമ്മളതിൽ നിന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാം. സ്പരിശങ്ങൾ എന്ന് പറഞ്ഞാൽ കാ മുതൽ മാ വരെയുള്ള 25 അക്ഷരങ്ങളെയാണ് സ്പരിശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കവർഗത്തിൽ 5 അക്ഷരമുണ്ട്, പവർഗത്തിൽ 5 അക്ഷരമുണ്ട്, ചവർഗത്തിൽ അക്ഷരമുണ്ട്. ഓരോരോ വർഗത്തിലും 5 അക്ഷരങ്ങളാണ്. അപ്പോൾ അതിൽ 16-ാമത്തെ അക്ഷരം ഈ ത എന്ന് പറയുന്ന അക്ഷരമാണ്. ഇനി അത് കഴിഞ്ഞ് 21-ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് പാ എന്ന് പറയുന്ന അക്ഷരമാണ്. അപ്പോൾ ത എന്ന അക്ഷരവും പാ എന്ന അക്ഷരവുമാണ് ആര് കേട്ടത്? ബ്രഹ്മാവ് കേട്ടത്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്താൽ എന്താകും? ത പ എന്നാണ്. അത് 2 തവണ കേട്ടു എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് എന്താ കേട്ടത്? തപ എന്നുള്ള ശബ്ദം ബ്രഹ്മാവ് 2 തവണ കേട്ടു എന്നർത്ഥം. ഇങ്ങനെ തപ തപ എന്ന് കേട്ട സമയത്ത് തദ്വിപ്രവൃക്ഷയാദിശോ വിലോക്യ, ഇതാരാണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ബ്രഹ്മാവ് 4 ഭാഗത്തേക്ക് നോക്കി. പക്ഷെ ആരെയും കണ്ടില്ല. അപ്പോൾ ഭഗവാൻ തന്നെ എന്നെ തപസ്സിന് വേണ്ടി പ്രേരിപ്പിച്ചതായിരിക്കാം എന്നാർക്ക് തോന്നി? ബ്രഹ്മാവിന് തോന്നി. നേരത്തെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, രാമായണം പോലും ആരംഭിക്കുന്നത് തപ എന്ന് പറയുന്ന ഒരു ശബ്ദം കൊണ്ടാണ്. തപസ്വാധ്യായ നിരതം എന്നാണ് രാമായണത്തിലെ 1-ാമത്തെ ശ്ലോകം. അപ്പോൾ തപസ്സിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്നാണ് രാമായണവും ഭാഗവതവും പുരാണങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് കേട്ട ശബ്ദവും എന്താണ്? തപ എന്ന് പറയുന്ന ശബ്ദമാണ്. അത് 2 തവണ കേട്ടപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി ഭഗവാൻ എന്നെ തപസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതാണ്. അങ്ങനെ ബ്രഹ്മാവ് പ്രാണായാമൊക്കെ ചെയ്ത് എത്രയോ കാലം ബ്രഹ്മാവ് തപസ് ചെയ്തു. ആ തപസ്സിൻ്റെ അവസാനത്തിലാണ് ഭഗവാൻ തൻ്റെ സ്വന്തം ലോകം അത് കാണിച്ചു കൊടുത്തു, ബ്രഹ്മാവിന് കാണിച്ചു. ഭഗവാന്റെ ആ ലോകത്തെയാണ് ഭക്തന്മാരൊക്കെ വൈകുണ്ഠലോകം വൈകുണ്ഠലോകം എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിയിൽ നിന്ന് എത്രയോ 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 ദൂരമാണ് ആ വൈകുണ്ഠലോകത്തിലേക്കുള്ളത്. ആ വൈകുണ്ഠലോകത്തിൻ്റെ പ്രത്യേകതയൊക്കെ നാരായണീയത്തിലും ഭാഗവതത്തിലൊക്കെ അനേകം ശ്ലോകങ്ങളിലാണ് വർണ്ണിക്കുന്നത്. മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുന്നുണ്ട്, മായായത്ര കഥാപിനോ വികുരുതേ ഭാവേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധുസമുഖ ഭാവസ്തുദൂരം ഗത. അവിടെ മായായത്ര കഥാപിനോ വികുരുതേ, വൈകുണ്ഠവും ഭൂമിയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. ഭൂമിയിൽ എവിടെ നോക്കിയാലും മായ മാത്രമേ കാണുകയുള്ളൂ. വൈകുണ്ഠ ലോകത്തിൽ എവിടെ നോക്കിയാലും എന്ത് കാണുകയില്ല? മായ എന്ന് പറയുന്ന ഒരു ശക്തിയെ വൈകുണ്ഠത്തിലെവിടെയും കാണുകയില്ല. ആരെയും മായ ബാധിക്കാത്ത ലോകമാണ് വൈകുണ്ഠ ലോകം. പിന്നെ ഹരേരനുവ്രത എത്ര സുരാസുരാക്ഷിത, എവിടെ നോക്കിയാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാരെ അല്ലാതെ ആ വൈകുണ്ഠ ലോകത്തിൽ കാണുകയില്ല. അവരെല്ലാവരും ശതപത്രലോചനാഹ, ശതപത്രം എന്ന് പറഞ്ഞാൽ താമരപ്പൂവ് എന്നർത്ഥം. ആ വൈകുണ്ഠ ലോകത്തിൽ താമസിക്കുന്ന എല്ലാവരും ഭഗവാനെ പോലെ തന്നെ താമരക്കണ്ണന്മാരാണ്. പിശങ്കവസ്ത്രാഹ, എല്ലാവരും മഞ്ഞപ്പട്ടാണ് ധരിക്കുന്നത്. സുരുചഹ, വൈകുണ്ഠ ലോകത്തിൽ താമസിക്കുന്ന എല്ലാവരെയും കാണാൻ നല്ല സൗന്ദര്യമാണ്. സർവേ ചതുർബാഹവ, ആ വൈകുണ്ഠ ലോകത്തിൽ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും ഭഗവാനെ പോലെ തന്നെ 4 കൈകളിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചവരാണ്. ഇങ്ങനെ എങ്ങനെയാകുമ്പോൾ ഭഗവാനെ തിരിച്ചറിയാം? വൈകുണ്ഠ ലോകത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഭഗവാനെ പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ തിരിച്ചറിയുന്നതിന് എങ്ങനെയാണെന്നൊരു സംശയം. അതിൻ്റെ ഉത്തരവ് ഭാഗവതം പറയുന്നത്, വിനാ ശ്രീവത്സ കൗസ്തുഭവും, ഭഗവാന് മാത്രമുള്ളതാണെന്ത്? കൗസ്തുഭരത്നവും ശ്രീവത്സവും ഭഗവാന് മാത്രമേ ഉള്ളൂ. അതവിടെ ബാക്കിയുള്ള ഭക്തന്മാർക്കൊന്നുമില്ല. അപ്പം കഴുത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഭഗവാന്റെ ഭക്തനാണോ അതല്ല ഭഗവാനാണോ എന്ന്. കഴുത്തിലേക്ക് ഓരോരുത്തരെ കാണുമ്പോഴും
കഴുത്തിലേക്ക് നോക്കിയാൽ ആ ഭഗവാന്റെ കഴുത്തിൽ മാത്രമേ എന്ത് കാണുള്ളൂ? കൗസ്തുഭരത്നം കാണുകയുള്ളൂ. അതുപോലെ ശ്രീവത്സം എന്ന മറുപടി ഭഗവാന് മാത്രമേ ഉള്ളൂ. ഈ ചെറിയൊരു വ്യത്യാസമല്ലാതെ വൈകുണ്ഠ ലോകത്തിൽ ബാക്കി എല്ലാവരും ഒരേപോലെയാണ്. അപ്പം അങ്ങനെയുള്ള വൈകുണ്ഠ ലോകമാണ് സാക്ഷാൽ ബ്രഹ്മാവ് കണ്ടത്. അവിടെ ലക്ഷ്മി ദേവിയെ കണ്ടു. അന്ന് ബ്രഹ്മാവ് കാണുന്ന സമയത്ത് ലക്ഷ്മി ദേവി പ്രേംഘം ശ്രിതായ കുസുമാകരാനുകൈഹി വിഗീയമാല പ്രിയകർമ്മ ഗായതി. പ്രേംഘം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നല്ല അതിമനോഹരമായ ഒരു ഊഞ്ഞാലിരിക്കുകയായിരുന്നു ലക്ഷ്മി ദേവി. ഇതിൽ ആ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിക്കൊണ്ട് ഇരിക്കുന്ന ലക്ഷ്മി ദേവി പാട്ട് പാടുന്നത് തന്നെ കേട്ടു. ബ്രഹ്മാവ് കേട്ടു. അപ്പോൾ ബ്രഹ്മാവ് ശ്രദ്ധിച്ചു കേട്ടു, എന്ത് പാട്ടാ ഈ ലക്ഷ്മി ദേവി ഊഞ്ഞാലിൽ നിന്ന് പാടുന്നത്. വിഗീയമാല പ്രിയകർമ്മ ഗായതി. തൻ്റെ പ്രിയനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യങ്ങളാണ് ഗായതി എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടിരിക്കണത്. ഊഞ്ഞാലിൽ നിന്ന് ആടുമ്പോൾ ആ ലക്ഷ്മി ദേവി പാടുന്നതൊക്കെ ഭഗവാന്റെ ലീലകളായിരുന്നു. അങ്ങനെയുള്ള ലക്ഷ്മി ദേവിയെ കണ്ടു. സുനന്ദൻ, നന്ദൻ, പ്രബലൻ, അരിഹണൻ മുതലായിരിക്കുന്ന ഭഗവാന്റെ അനേകം പാർഷദന്മാരെ ബ്രഹ്മാവ് കണ്ടു. അവരെല്ലാവരും ഭഗവാനെ സേവിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ അവസാനം ഭഗവാനെയും കണ്ടു. ആ ഭഗവാൻ തലയിൽ നല്ല കിരീടം ചാർത്തിയിരുന്നു, കുണ്ടലങ്ങൾ അണിഞ്ഞിരുന്നു, 4 കൈകളിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ ഉണ്ടായിരുന്നു. ഭഗവാൻ നല്ല മഞ്ഞപ്പെട്ട് ഞൊറിഞ്ഞെടുത്തിരുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ സൗന്ദര്യം കണ്ട് ബ്രഹ്മാവ് അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഭഗവാനെ കണ്ട സമയത്ത് ബ്രഹ്മാവിന് ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ടൊഴുകി. ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച ബ്രഹ്മാവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇത് ഭഗവാൻ അവിടെ വെച്ച് ബ്രഹ്മാവിനോട് പറഞ്ഞു, ത്വയാഹം തുഷിതസ്സംഭേ, അല്ലയോ വേദകർമ്മ, അല്ലയോ ബ്രഹ്മാവേ, അങ്ങയുടെ തപസ്സുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ വരം തരാൻ തയ്യാറാണ്. എനിക്ക് തപസ് വളരെ ഇഷ്ടമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. തപോമേ ഹൃദയം സാക്ഷാൽ ആത്മാഹം തപസോനഖ. എൻ്റെ ഹൃദയമാണ് തപസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വാസ്തവത്തിൽ തപസ്സിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതും തപസ്സുകൊണ്ടാണ്, സംഭരിക്കുന്നതും തപസ്സുകൊണ്ടാണ്, ഇതിനെ പരിപാലിക്കുന്നതും തപസ്സുകൊണ്ടാണെന്ന് പറഞ്ഞ് ആ തപസ്സിൻ്റെ മഹിമയാണ് ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞത്. അപ്പം എന്ത് വരെ വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, കഴിഞ്ഞ കൽപ്പത്തിൽ ഈ പ്രപഞ്ചം എങ്ങനെയായിരുന്നുവോ അതേപോലെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എങ്ങനെയാണ് പ്രപഞ്ച നിർമ്മാണം ചെയ്യേണ്ടത് എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ അങ്ങക്ക് ഏറ്റവും രഹസ്യമായിരിക്കുന്ന ജ്ഞാനം പറഞ്ഞു തരാം. ജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന വിജ്ഞാനം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അത് ഞാൻ പറഞ്ഞാൽ അങ്ങേക്ക് വേണ്ടതുപോലെ ധരിക്കാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അവിടെ വെച്ച് ഭാഗവതമാണ് ബ്രഹ്മാവിനെ പറഞ്ഞു കൊടുത്തത്. ഈ ഭാഗവതത്തിനെ ഭക്തന്മാർ ചതുശ്ലോകി ഭാഗവതം എന്നാണ് പറയുന്നത്. കേവലം 4 ശ്ലോകങ്ങളിലാണ് ഭഗവാൻ ബ്രഹ്മാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തു. ചതു എന്ന് പറഞ്ഞാൽ 4 എന്നർത്ഥം. അപ്പോൾ അതിൽ 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അഹമേവാസമേവാഗ്രേ നാണ്യത്യസദസൽപരം പശ്ചാദഹം യദേതക്ഷ യോപശിഷ്യേത സ്വസ്മ്യഹം. അഹമേവാസമേവാഗ്രേ, അത് കുറേ പദങ്ങളാണ്. അഹം ഏവ ആസം ഏവ അഗ്രേ, ഇത്രയും പദങ്ങൾ ചെയ്യുമ്പോഴാണ് അഹമേവാസമേവാഗ്രേ എന്നാവും. എന്താണ് അതിൻ്റെ അർത്ഥം? പണ്ട് ഈ കാണുന്ന പ്രപഞ്ചം ഇതുപോലെ ഇല്ലായിരുന്നു. അതായത് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, രാത്രിയില്ല, പകലില്ല. സങ്കല്പിക്കാൻ പറ്റെങ്കിൽ അങ്ങനെ ഒരു കാലത്തെ പറ്റി സങ്കല്പിച്ചു. യാതൊന്നുമില്ലാത്തൊരു കാലം. മനുഷ്യരില്ല, പക്ഷിമൃഗാദികളില്ല, ശലഭാദികളില്ല, സമുദ്രമില്ല. ഇന്ന് ലോകത്തിൽ നമ്മൾ എന്തെല്ലാമാണോ കാണുന്നത്, ഇതൊന്നും ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഭഗവാൻ പറഞ്ഞു, അന്ന് അഹം ഏവ ആസം. എന്താ അർത്ഥം? അന്ന് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. സത്തായിട്ടും അസത്തായിട്ടും ആ കാലത്ത് ഭഗവാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പശ്ചാത്തലം യഥേതച്ച യോഗശിഷ്യേത സ്വസ്മ്യഹം. ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചം കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ കാലം കഴിഞ്ഞാൽ ഈ സൂര്യൻ നശിച്ചു പോകും, ചന്ദ്രൻ നശിച്ചു പോകും, അതുപോലെ നക്ഷത്രങ്ങളൊക്കെ നശിച്ചു പോകും, ഗ്രഹങ്ങളെല്ലാം നശിച്ചു പോകും, എല്ലാം ഒരു പിടി ചാമ്പലായിട്ട് മാറും. അങ്ങനെ എല്ലാം ചാമ്പലായിട്ട് മാറുമ്പോഴും അവശേഷിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചതുശ്ലോകി ഭാഗവതത്തിൽ ഭഗവാൻ ആദ്യം പറഞ്ഞത്.
പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ചം മുഴുവൻ നശിച്ചു കഴിഞ്ഞാലും അവസാനം ശേഷിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഈ പ്രപഞ്ചമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? അതിൻ്റെ ഉത്തരമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തത് വിദ്യാൽ ആത്മനോ മായ യഥാഭാസോ യഥാതപഃ. വാസ്തവത്തിൽ ഇവിടെ പ്രപഞ്ചമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇല്ലതെന്താ? അത് ഹൃദയ അർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി. പ്രപഞ്ചം വാസ്തവത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എന്നല്ലാതെ വാസ്തവത്തിൽ ഇവിടെ എന്തില്ല? വാസ്തവത്തിൽ ഇവിടെ പ്രപഞ്ചമില്ല എന്നാണ് ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞത്. ഇതിന് പ്രപഞ്ചമുണ്ട് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിങ്ങനെ പലതുണ്ട് തോന്നുന്നുണ്ടല്ലേ. ഭൂമിയുണ്ട് തോന്നുന്നുണ്ട്, രാത്രി ചന്ദ്രനുണ്ടെന്ന് തോന്നുന്നുണ്ട്, പകൽ സൂര്യനുണ്ടെന്ന് തോന്നുന്നുണ്ട്, നക്ഷത്രങ്ങളുണ്ട് തോന്നുന്നുണ്ട്, പലതരത്തിലുള്ള സമുദ്രങ്ങളും നദികളും പർവ്വതങ്ങളും മണ്ണും ജീവജാലങ്ങളും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് തോന്നാനുള്ള കാരണം ഭഗവാന്റെ മായയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ മായ ഉള്ളത് കൊണ്ട് ഈ പ്രപഞ്ചം ഉള്ളതുപോലെ തോന്നുകയാണ്. മായ ഉണ്ടാവാൻ എന്താ കാരണം? മായ ഉണ്ടാവാൻ കാരണം മനുഷ്യൻ്റെ മനസ്സാണ്. അപ്പം നമ്മളുടെ മനസ്സാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത്. മനസ്സെപ്പോഴാണോ ഇല്ലാതെയാവുന്നത് അതോടുകൂടി പ്രപഞ്ചവും എന്താവും? അപ്രത്യക്ഷം. അപ്പോൾ വാസ്തവത്തിൽ ഇല്ലാത്ത ഒരു പ്രപഞ്ചമാണ് നമ്മളിങ്ങനെ ഉള്ളതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇല്ലാത്തതിനെ നിർമ്മിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? ഭഗവാന്റെ മായ എന്ന് പറയുന്ന ശക്തിക്കുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. ആ മായയ്ക്ക് രണ്ട് ശക്തികളുണ്ട്. ഒന്നതിൻ്റെ വിക്ഷേപ ശക്തിയാണ്, പിന്നെ അതിൻ്റെ ആവരണ ശക്തിയാണ്. ആവരണ ശക്തി കൊണ്ട് മായ എന്ത് ചെയ്യും? എന്താണോ ഉള്ളത് ആ ഉള്ളതിനെ മറച്ചു വയ്ക്കും. വിക്ഷേപ ശക്തി കൊണ്ട് ഇല്ലാത്തത് എന്താണോ ആ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ അങ്ങനെ കാണിക്കും. ഇങ്ങനെ ആ മായയുടെ ശക്തി കൊണ്ട് പ്രപഞ്ചം ഉള്ളതുപോലെ തോന്നുന്നല്ലാതെ വാസ്തവത്തിൽ ഇവിടെ പ്രപഞ്ചമില്ല. യഥാ മഹാന്തിഭൂതാനി ഭൂതേഷു ഉച്ചാമരേശ്വനു പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി പ്രധാനേഷു ഉന്നതേശ്വര. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് സാന്നിധ്യം ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഭഗവാനല്ലാതെ പ്രപഞ്ചത്തിൽ സത്യം എന്ന് പറയാൻ രണ്ടാമത് ഒരു പദാർത്ഥവുമില്ല. ഇതാണ് ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ സാരം. ഇത് ശരിക്കും ബ്രഹ്മാവിനെ മനസ്സിലായി. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഈ ഭാഗവതം നല്ലതുപോലെ മനസ്സിലായതുകൊണ്ടാണ് ബ്രഹ്മാവിന് ആ പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ശക്തി ലഭിച്ചത് എന്ന് പറയും. അങ്ങനെയാണ് ബ്രഹ്മാവ് ഈ കാണുന്ന പ്രപഞ്ചത്തെ പിന്നീട് സൃഷ്ടിച്ചത്. പിന്നെ ഭാഗവതത്തിൻ്റെ തത്വങ്ങളെ പറ്റി പറയാണ്. ഭാഗവതത്തിൽ പ്രധാനമായിട്ട് ഭഗവാന്റെ 10 ലീലകളാണ് വർണ്ണിച്ചിരിക്കുന്നത്. അവയുടെ പേരുകളൊക്കെ ഭാഗവതത്തിൽ പറയേണ്ടത് സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. ഇതാണ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന 10 പുരാണ ലക്ഷണങ്ങൾ. ഈ പുരാണ ലക്ഷണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിന്നീട് 3-ാമത്തെ സ്കന്ധം മുതലാണ് വർണ്ണിക്കുന്നത്. അതിൽ 1-ാമത്തെ പുരാണ ലക്ഷണമാണ് സർഗം എന്ന് പറയുന്ന ലക്ഷണം. 2-ാമത്തെ സ്കന്ധത്തിലെ കഥകളൊക്കെ നമ്മൾ അനുസ്മരിച്ചു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 3-ാമത്തെ സ്കന്ധത്തിലെ കഥകളാണ്. ആ 3-ാമത്തെ സ്കന്ധത്തിൽ ആദ്യമായിട്ട് സർഗം എന്ന ലീല വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടി ശ്രീ ശിവബ്രഹ്മശ്വരി രംഗമൊക്കെ മാറ്റി. ഇപ്പോൾ സർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 മഹാഭാഗവതോത്തമന്മാരുടെ കഥയിൽ കൂടിയാണ് ആ ലീലയെ വർണ്ണിക്കുന്നത്. ആ ഭാഗവതോത്തമന്മാരിൽ ഒരാൾ ഉദ്ധവനായിരുന്നു, ഒരാൾ സാക്ഷാൽ ഉദ്ധവൻ്റെ കഥ നമുക്ക് ആദ്യം കേൾക്കാവുന്നത് 2-ാമത്തെ ആളെ പരിചയം. ആ 2 പേരൊന്ന് പരിചയപ്പെട്ടിട്ട് വേണം അവരെന്താ പറഞ്ഞതെന്നറിയാൻ. ഉദ്ധവന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവത ധർമ്മങ്ങളൊക്കെ വേണ്ടതുപോലെ ഉപദേശിച്ചു കൊടുത്തു. അത് ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്താണ് കാണുന്നത്. അതാണ് ഏകാദശ സ്കന്ധം മുഴുവനും ഉദ്ധവോപദേശമാണ്. അങ്ങനെ ഉദ്ധവന് എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും കൊടുത്ത് അവസാനം ഭഗവാൻ എന്ത് ചെയ്തു? ആ ഉദ്ധവനെ ബദരിയിലേക്ക് പറഞ്ഞയക്കണം. അങ്ങനെ ഭഗവാൻ കൊടുത്ത മെതിയടികളും കയ്യിലെടുത്ത് ഭഗവാന്റെ തിരുനാമങ്ങളും ജപിച്ച് ഉദ്ധവൻ സാവധാനത്തിൽ ബദരിയിലേക്ക് നടന്നു പോവാണ്. ഏകദേശം അതേ കാലത്ത് തന്നെയാണ് വിതുരനെ ദുര്യോധനൻ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടത്. അതെന്തിനായിരുന്നു? ദുര്യോധനൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിതുരനെ ശ്രദ്ധിക്കാറ്. വിതുരൻ കൗരവന്മാരുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിലും വിതുരന് 100 പാണ്ഡവന്മാരോടാണ് എന്നാർക്ക് മനസ്സിലായി? ദുര്യോധനന് മനസ്സിലായി. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വിതുരൻ എന്ത് ചെയ്യും?
വിതുരൻ ഈ ധൃതരാഷ്ട്രരോട് പറയും, അങ്ങ് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചാൽ അങ്ങയുടെ രാജ്യം രക്ഷപ്പെടും, അങ്ങയുടെ കുട്ടികൾ രക്ഷപ്പെടും, എല്ലാം രക്ഷപ്പെടും. അങ്ങക്ക് ഞാൻ പറയണത് കേൾക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ധൃതരാഷ്ട്രത്തിന് അങ്ങെന്ത് വേണേൽ പറഞ്ഞോട് ഞാൻ കേട്ടിരിക്കുകയാണ്. അങ്ങനെ അരക്കില്ലത്തിലിട്ട് പണ്ഡിതന്മാരെ കൊല്ലാൻ നോക്കിയ സമയത്തും പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്തും ഇങ്ങനെ ഓരോരോ സമയത്തും വിതുരൻ ധൃതരാഷ്ട്രക്ക് പലതരത്തിലുള്ള ധർമ്മോപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും കേൾക്കാറില്ല, ധൃതരാഷ്ട്രമൊന്നും കേൾക്കില്ല. അങ്ങനെ സഹി കെട്ട് ഒരു ദിവസം വിതുരൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, അങ്ങക്ക് 100 കുട്ടികളുണ്ട്. ആ 100 പുത്രന്മാരിൽ ബാക്കിയുള്ളവരെ കൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നും അങ്ങേക്ക് ഉണ്ടാവില്ല. പക്ഷെ ദുര്യോധനെ കൊണ്ടാണ് അങ്ങ് വല്ലാതെ കഷ്ടത്തിലാവുന്നത്. ഏതായാലും 100 ആൾക്കാരില്ലേ, ഒരു പുത്രനെ ഉപേക്ഷിച്ചാൽ, ദുര്യോധനനെ ഉപേക്ഷിച്ചാൽ അങ്ങക്ക് രക്ഷപ്പെടാം, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് ആര് കേട്ടു? അത് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ദുര്യോധനൻ കേട്ടു. അപ്പോൾ ദുര്യോധനന് മനസ്സിലായി, വിതുരൻ എന്താ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുത്തത് എന്നെ ഉപേക്ഷിക്കണം എന്നാണ്. ഉടനെ വല്ലാതെ ദേഷ്യം വന്ന ദുര്യോധനൻ അവിടെ കൂടി ആൾക്കാരോട് ആജ്ഞാപിച്ചു, ഈ വിതുരനെ ഈ കൊട്ടാരത്തിൽ നിന്ന് അടിച്ചോടിക്കണം. പക്ഷേ ആരും വന്നില്ല വിതുരനെ അടിച്ചോടിക്കാൻ. എന്താ കാരണം? വിതുരൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ യമധർമ്മരാജാവാണ് ഭൂമിയിൽ വന്ന് വിതുരനായിട്ട് അവതരിച്ചു. വിതുരനെ വിചാരിച്ചു ഇവരോടൊക്കെ വെറുതെ തല്ലുകൂടാൻ പോയിട്ട് എന്താ കാര്യം. അതുകൊണ്ട് വിതുരൻ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പും വില്ലൊക്കെ ഗോപുരദ്വാരത്തിൽ അവിടെ വെച്ച് മായാഭഗവതിയെ നമസ്കരിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മഹാത്മാക്കൾ പറയാറുണ്ട്, ഈ ദുര്യോധനാദികൾ അഥവാ കൗരവന്മാർ ചെയ്ത എന്തോ ഒരു പുണ്യം കൊണ്ടാണ് അവർക്ക് ആരെ കിട്ടിയത്, വിതുരനെ പോലെ ഒരു മഹാത്മാവിനെ കൂടെ കിട്ടി. ആ വിതുരനാകുന്ന പുണ്യമാണ് എവിടുന്ന് ഇറങ്ങിപ്പോയത്, ആ ഹസ്തിനപുരമാകുന്ന കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ പഴയ കാലത്തുണ്ട് അർത്ഥം ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുക, ഇറക്കി വിടുക, അതൊക്കെ നമ്മൾ അടുത്ത കാലത്തൊക്കെ പത്രങ്ങളൊക്കെ വായിക്കാറില്ലേ. ഇത് പഴയ കാലത്തുണ്ട് അർത്ഥം. പക്ഷെ വിതുരന് വിഷമമൊന്നും തോന്നിയില്ല. അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഭാരതത്തിൽ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം സഞ്ചരിച്ചു. എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കും. അങ്ങനെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ച് ഭഗവാന്റെ ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനം നടത്തി അനേകം പുണ്യനദികളിലുമൊക്കെ കുളിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങി എവിടെന്നെങ്കിലും കിട്ടുന്ന ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുകയും. അങ്ങനെ വിതുരൻ സഞ്ചരിച്ച് യമുനാ നദിയുടെ തീരത്തെത്തിയപ്പോൾ പെട്ടെന്ന് വിതുരൻ ആരെ കുറിച്ചോർത്തു? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചോർത്തു. എന്താ കാരണം? ഈ യമുനയിൽ വെച്ചിട്ടാണ് ഭഗവാൻ കാളിയമർദ്ദനം ചെയ്തത്. യമുനയുടെ തീരത്ത് വെച്ചിട്ടാണ് ഭഗവാൻ ഗോപികമാരുടെ രാസലീലയിലാകിയത്. അപ്പം അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർത്തുകൊണ്ട് ആ യമുനയുടെ തീരത്ത് കൂടെ ആ ഭഗവതോത്തമനായ വിതുരൻ നടക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഭഗവാൻ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടു. അദ്ദേഹത്തിന് ആശ്ചര്യം. ഞാൻ ഭഗവാനെ പറ്റി വിചാരിച്ചപ്പോൾ ഭഗവാനുണ്ട് പുഴവകത്ത് കൂടെ നടന്നു വരുന്നു. നല്ല പീതാംബരം കൊടുത്തിട്ടുണ്ട്, കാണാൻ നല്ല നീലമേഘത്തിൻ്റെ നിറമാണ്. വിതുരൻ വേഗം ആ ഭഗവാന്റെ മുന്നിലേക്ക് നടന്ന് ചെന്നു. അടുത്തേക്ക് എത്തിയ സമയത്ത് ഉറപ്പായി ഭഗവാൻ തന്നെയാണ്. പക്ഷെ വളരെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ഭഗവാനല്ല, പക്ഷെ ഭഗവാനെ പോലെ തന്നെ ഇരിക്കുന്ന സാക്ഷാൽ ഉദ്ധവനാണ് എന്ന് മനസ്സിൽ. ഉദ്ധവനും ദൂരെ നിന്ന് ആരെ കണ്ടു? വിതുരനെ കണ്ടു. രണ്ടുപേരും അടുത്തെത്തിയ സമയത്ത് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. രണ്ടുപേരുടെയും ആലിംഗ്യഗാഠം പ്രണയേന ഭദ്രം സ്വാനാമവൃക്ഷൽ ഭഗവത് പ്രജാന. അങ്ങനെ ബൃഹസ്പതിയുടെ ശിഷ്യനായിരിക്കുന്ന അദ്ദേഹത്തെ അവിടെ വെച്ച് കെട്ടിപ്പിടിച്ച സമയത്ത് രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. കുറേ നേരം കഴിഞ്ഞാണ് അവർ ആലിംഗനത്തിൽ നിന്ന് മുക്തരായി. പിന്നീട് കണ്ണുനീരൊക്കെ കുറച്ചിട്ടാണ് വിതുരൻ ഉദ്ധവനെ കണ്ട സമയത്ത് രണ്ടാൾക്കും മനസ്സിൽ പല ചോദ്യങ്ങളും ചോദിക്കാൻ. അങ്ങ് ദ്വാരകയിൽ നിന്നാണല്ലോ വരുന്നത്, ആ ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഭഗവാന്റെ സഹോദരനായ ബലരാമന്റെ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി എനിക്ക് വലിയ കൗതുകമുണ്ട്. ഭഗവാന്റെ പത്നിമാരായ രുക്മിണി, സത്യഭാമ, ജാമ്പവതി ഇവരുടെയൊക്കെ കഥകൾ എന്താണ്? ഭഗവാന്റെ പുത്രനാണല്ലോ പ്രദ്യുമ്നൻ. ആ പ്രദ്യുമ്നന്റെ കഥ എനിക്ക് എന്താണെന്ന് അറിയണം. പ്രദ്യുമ്നന്റെ പുത്രനായിരിക്കുന്ന അനിരുദ്ധൻ ഇപ്പം എന്താണ് ചെയ്യുന്നത്? ഉഷയെ വിവാഹം കഴിച്ചു എന്നൊക്കെ ഞാൻ എവിടെ വെച്ച് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കഥകളും എനിക്കൊക്കെ പറഞ്ഞു തരണം. അപ്പം ഇതൊക്കെ കേട്ട സമയത്ത് എല്ലാ ചോദ്യങ്ങളും ആരും കേട്ടു, ഉദ്ധവൻ കേട്ടു. പെട്ടെന്ന് അദ്ദേഹത്തിന് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. കുറേ നേരം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആദ്യം കുറേ നേരം മിണ്ടാതിരുന്നതിന് ശേഷം സമുഹൂർത്തമഭൂൽ തൂഷ്ണി കൃഷ്ണാംഘ്രിസുധയാഭൃശം ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി ചോദിച്ചപ്പോൾ
അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃഷ്ണഭാവം കൊണ്ട് നിറഞ്ഞതുകൊണ്ട് ഒരു മുഹൂർത്ത നേരം ഉദ്ധവൻ യാതൊന്നും പറയാതെ മിണ്ടാതിരുന്നു. എന്തായിരുന്നു കാരണം? തീവ്രേണ ഭക്തിയോഗേന, തീവ്രമായിരിക്കുന്ന ഭക്തിഭാവം ഉദ്ധവൻ്റെ ഉള്ളിൽ നിറഞ്ഞതുകൊണ്ടാണ് ഉദ്ധവന് കുറേ നേരത്തേക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നിമഗ്രഹ സാധു നിർമ്മത. ഒരു മുഹൂർത്തം കഴിഞ്ഞപ്പോഴാണ് ഉദ്ധവൻ മെല്ലെ കണ്ണു തുറന്ന്. അപ്പോൾ വിതുരൻ ഉദ്ധവനെ നോക്കിയ സമയത്ത് പുളകോൽഭിന്ന സർവംഗ, ആ ഉദ്ധവന്റെ ശരീരം മുഴുവനും രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട്. മുഞ്ചൽ നീലദൃശാഷ്ട, കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ സാവധാനത്തിൽ ഉദ്ധവൻ മറുപടി പറഞ്ഞു. ഉദ്ധവൻ ആദ്യം തന്നെ വിതുരനോട് പറഞ്ഞത് കൃഷ്ണദ്യുമണിയും ബ്ലോകേ ഗീർണേഷ ജഗരേണ കിം നുന കുശലം ബ്രോയാം ശ്രീശ്വഹം. അങ്ങനോട് ഒരുപാട് കുശല പ്രശ്നങ്ങൾ ചെയ്തു. പക്ഷേ ഞാൻ എന്ത് കുശലമാണ് അങ്ങയോട് പറയേണ്ടത്? കാരണം കൃഷ്ണദ്യുമണി നിപ്ലോചേ, ദ്യുമണി എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. അപ്പൊ കൃഷ്ണദ്യുമണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന സൂര്യൻ നിമ്ലോചേ, നിമ്ലോചേ എന്ന് പറഞ്ഞാൽ അസ്തമിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അസ്തമിച്ചു എന്നൊക്കെ നമ്മളൊന്നും അങ്ങനെ പറയാറില്ല. ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ ഈ ഭൂമിയില്ല, ഭൂമി വിട്ടുപോയി എന്നർത്ഥം. അപ്പൊ അങ്ങനെ നേരിട്ട് പറയാതെ എന്താ ഉദ്ധവൻ പറഞ്ഞത്? ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂര്യൻ പോയി എന്ന് അർത്ഥമൊന്നുമില്ല. സൂര്യൻ ഇങ്ങനെ എന്താ പറയുക, ഭൂമി ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് സൂര്യനെ കാണാതെയാകും. സൂര്യൻ എവിടേക്കും പോകണമെന്നില്ല, നമ്മുടെ കണ്ണിൽ നിന്ന് സൂര്യനെ കാണാതെയായി എന്നാണല്ലോ അസ്തമിച്ചു എന്ന് പറഞ്ഞ അർത്ഥം. ഇതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഭഗവാൻ പോയി എന്നല്ല അർത്ഥം, മനുഷ്യരുടെ കണ്ണിൽ നിന്ന് ഭഗവാൻ മറഞ്ഞു നിന്നു എന്നർത്ഥം. പിന്നെ പറഞ്ഞു, ഈ ലോകത്തിൽ ആർക്കും ഭഗവാനെ പറ്റി വേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. യാദവന്മാർക്ക് പോലും, യദുകുലത്തിലായിരുന്നല്ലോ ഭഗവാൻ വന്ന് അവതരിച്ചത്. ആ ഉദ്ധവൻ പറഞ്ഞു, ആ യദുകുലത്തിൽ ഉണ്ടായിരുന്ന യാദവന്മാർക്ക് പോലും ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ എന്താണെന്ന് വേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ ഭഗവാന്റെ മായയിൽപ്പെട്ട യാദവന്മാരൊക്കെ അവസാനം മദ്യം സേവിച്ച് തമ്മിൽ തല്ലി ഏരകപ്പുല്ലുകളൊക്കെ പറിച്ചെടുത്ത് എല്ലാവരും തമ്മിൽ തല്ലി മരിച്ചു. എത്രയോ വലിയ പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ ഭഗവാൻ താമസിച്ചിരുന്ന ദ്വാരക പൂർണ്ണമായിട്ടും വെള്ളത്തിൽ താണ്ടുപോയി. ഭഗവാൻ എനിക്ക് ഭാഗവത ധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചു തന്നിരുന്നു. ആ ഭഗവാൻ പറഞ്ഞ ഭാഗവത ധർമ്മങ്ങളൊക്കെ കേട്ട് ഞാനിത് ബദരി എന്ന് പറയുന്ന ആശ്രമത്തിലേക്ക് ഇപ്പോൾ നടന്നു പോവുകയാണ്. പിന്നെ ഉദ്ധവൻ അവിടെ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ എത്രയോ 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 കഥകളാണ് ആർക്ക് പറഞ്ഞു കൊടുത്തത്? വിതുരന് പറഞ്ഞു കൊടുത്തത്. എന്താണോ മനസ്സിൽ തോന്നിയത്, ആ മനസ്സിൽ തോന്നിയ കഥകളൊക്കെ ഉദ്ധവൻ അവിടെ വെച്ച് വിതുരന് പറഞ്ഞു കൊടുത്തു. നേത്രൈപിബന്ധോ നയനാഭിരാമം പാർത്ഥാസ്ത്രബോധാപദമാപുരസ്യ തഥൈവ ചന്യേതരലോകവീരായാഹവേ കൃഷ്ണമുഖാരവിന്ദം. ഇങ്ങനെയൊക്കെ ഓരോരോ ശ്ലോകവും ഓരോരോ കഥയാണ്. അഹോപഗീയം സ്തനകാളകൂടം ജിഘാംസയാവായതപ്യസാധ്വി ദേവേഗതിം ധാത്രിയുഗാം തദോന്യം കം വാ ദയാലും ശരണം പ്രജേമ. ആ ശ്ലോകം മറ്റൊരു കഥയാണ്. ഇങ്ങനെ ശ്രീകൃഷ്ണാവതാരത്തിലെ ഭഗവാന്റെ എല്ലാ ദിവ്യലീലകളും ഓരോരോ ശ്ലോകത്തിലാക്കിയിട്ടാണ് അവിടെ വെച്ച് ഉദ്ധവൻ വിതുരന് പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ അമ്പാടിയിൽ താമസിക്കുമ്പോൾ വളരെ ചെറിയൊരു ഉണ്ണിയായിട്ടിരിക്കെ അന്നാണ് അഹോ ബഗീയം സ്തനകാളകൂടം. ബഗി എന്ന് പറഞ്ഞാൽ പൂതന എന്നർത്ഥം. പൂതന അന്ന് സ്ഥലങ്ങളിൽ കാളകൂട വിഷവുമായിട്ട് ഭഗവാനെ കൊല്ലാൻ വേണ്ടി വന്നു. ജിഘാംസ എന്ന് പറഞ്ഞാൽ കൊല്ലാനുള്ള ആഗ്രഹം എന്നർത്ഥം. അങ്ങനെ ആ ചെറിയ ഉണ്ണിയായ ഭഗവാനെ കൊല്ലാൻ വേണ്ടി പൂതന വന്നപ്പോൾ ആ പൂതനയ്ക്കും ഭഗവാൻ കൊടുത്തത് മോക്ഷമാണ്. അതുകൊണ്ട് പൂതനാ വധം എന്നൊന്നും ആരും പറയാറില്ല, പൂതനാ മോക്ഷം എന്നാണ് പറയും. എന്തിനാ പൂതന വന്നത്? രാക്ഷസിയുടെ രൂപത്തിൽ പൂതന വന്നത് ആ ചെറിയ അമ്പാടി കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ തന്നെ കൊല്ലാൻ വന്ന പൂതനയ്ക്ക് പോലും ഭഗവാൻ കൊടുത്തത് മോക്ഷമാണ്. അതുകൊണ്ട് ഇത്രയേറെ ദയയുള്ള ഒരു ദയാലുവിനെ ഈ ലോകത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ആരെ ശരണം പ്രാപിക്കണം? ദയാലുവായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഉദ്ധവൻ അവിടെ വെച്ച് വിതുരനോട് പറഞ്ഞു,
ഈ അസുരന്മാരെ പറ്റി എല്ലാവരും പലതും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് അസുരന്മാരെ പറ്റിയൊരു അഭിപ്രായമുണ്ട്. മന്യേസുരാൻ ഭാഗവതാൻ, ഈ അസുരന്മാരൊക്കെ ഭാഗവതോത്തമന്മാരാണ് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് എന്നാര് പറഞ്ഞു? ഉദ്ധവൻ പറഞ്ഞു. വിതുരന്റെ സംഗതികൾ മനസ്സിലായി. അസുരന്മാരൊക്കെ എന്താണ് ഭാഗവതോത്തമന്മാരാണെന്ന് പറയാൻ കാരണം ഞാൻ ഇന്നേ വരെ ആരും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? സംരംഭമാർഗ അഭിനിവിഷ്ട ചിത്താൻ, എന്നും ഭഗവാനോട് യുദ്ധം ചെയ്യണം എന്ന് മാത്രം വിചാരിച്ച് ജീവിച്ചവരാണ് ഈ അസുരന്മാരൊക്കെ. അവർ ഭഗവാനെ ശത്രുവായിട്ട് കാണും. അപ്പോൾ ഭഗവാൻ അവരോട് യുദ്ധത്തിന് വരും. ഈ യുദ്ധം ഭഗവാൻ പെട്ടെന്ന് തീർക്കാൻ പരിഹരിക്കാത്ത യുദ്ധം കുറേ കാലം നീണ്ടു നിൽക്കും. അപ്പോൾ യുദ്ധം കുറേ കാലം നീണ്ടു നിൽക്കുമ്പോൾ ഈ അസുരന്മാർക്ക് യുദ്ധം ചെയ്യുമ്പോൾ ആരെ കാണാം? ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഗരുഡാരൂഢനായിട്ടാണ് ഭഗവാൻ ചിലപ്പോൾ യുദ്ധത്തിന് വരും. അപ്പോൾ യോഗികൾക്ക് പോലും ഭഗവാനെ കുറേ കാണാനൊന്നും പറ്റില്ല. യോഗികൾ ഇങ്ങനെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം ഇതൊക്കെ ചെയ്തിട്ട് അവരുടെ ഹൃദയവൽപ്പത്തിൽ ഭഗവാൻ വന്നിരിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുകയാണ് ചെയ്യുക. എന്നാൽ അസുരന്മാരുടെ കഥ അങ്ങനെയല്ല. അസുരന്മാർ അവരുടെ മാംസദൃഷ്ടികളെ കൊണ്ട് യുദ്ധം ചെയ്യാൻ തൻ്റെ നേരെ ഓടി വരുന്ന ഭഗവാനെ പല പല ഭാവത്തിൽ പല പല രൂപത്തിൽ എത്രയോ നേരം കാണുന്നു. അവസാനം ഭഗവാന്റെ ആയുധ പ്രഹരമേറ്റ് അവരാ എണാങ്കണത്തിൽ മരിച്ചു വീഴുമ്പോൾ ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയുന്നു. അപ്പൊ ഗരുഡാരൂഢനായ ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഉദ്ധവൻ പറഞ്ഞത് ഈ അസുരന്മാരെ മുഴുവനും ഞാൻ ഭാഗവതോത്തമന്മാരായിട്ടാണ് കാണുന്നത്. ഏതായാലും വിതുരന് വലിയ സന്തോഷമായിത്ര. കാരണം എന്താ? ഉദ്ധവന്റെ അടുത്ത് ഇരുന്ന സമയത്ത് ഉദ്ധവനിൽ നിന്ന് ഈ ഭാഗവതനെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നൊരിക്കൽ ഭഗവാൻ കുട പിടിച്ച കഥ പറഞ്ഞു കൊടുത്തു. ഏകദേശം 7 ദിവസമാണ് ദേവേന്ദ്രൻ അവിടെ വലിയ മഴയൊക്കെ പെയ്യിപ്പിച്ചു. അങ്ങനെ മഴ പെയ്യിപ്പിച്ചപ്പോൾ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം മുഴുവനും ഒരു കുടയായി പിടിച്ചിട്ടാണ് അമ്പാടിയിലുള്ള മുഴുവൻ ആൾക്കാരെയും രക്ഷിച്ചത്. ഇങ്ങനെ ഭഗവാന്റെ ബാലലീലകൾ മുഴുവൻ ആര് പറഞ്ഞു കൊടുത്തു? ഉദ്ധവൻ പറഞ്ഞു കൊടുത്തു. ഭഗവാന്റെ മധുരാലീലകളെല്ലാം പറഞ്ഞു കൊടുത്തു. വൃന്ദാവന ലീലകളൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ദ്വാരാലീലകളും പറഞ്ഞു കൊടുത്തു. ദ്വാരകയിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. സകല കാര്യങ്ങളും എന്താ പറയുക വിസ്തരിച്ചിട്ടാണ് ഉദ്ധവൻ പറഞ്ഞു കൊടുത്തത്. ദ്വാരകയിൽ ഒരു രസമുണ്ടായി. എല്ലാവരും കൃഷ്ണനെ കാണുമ്പോൾ അങ്ങനെ പറയും ഭംഗിയുണ്ട് 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 അങ്ങനെ പറയും. ഉദ്ധവൻ പറഞ്ഞു കൊടുക്കുക ആൾക്ക് വിതുരനോട്. അപ്പോൾ വിതുരൻ ചോദിച്ചു ഭഗവാനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം വിതുരന് വരെയും കണ്ടിട്ടുണ്ട്, ഭഗവാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. എന്നിട്ടോ ഒരു ദിവസം ഭഗവാൻ എന്ത് ചെയ്തു? തനിക്ക് ഭംഗിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്വതവേ ഭഗവാൻ ഈ കണ്ണാടിയൊന്നും നോക്കാറില്ല. ഉദ്ധവൻ ഒരു ദിവസം കണ്ടു ഭഗവാൻ അകത്ത് കയറി വലിയൊരു അന്തപ്പുരുണ്ട്. ഭഗവാൻ മാത്രമേ ഇരിക്കണം അന്തപ്പുരം. അവിടെ വലിയ കണ്ണാടി. അപ്പോൾ ആ കണ്ണാടിയിൽ പൊടിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇത് വലിയ ഒരു തിരശ്ശീല കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടാണ് പതിവ്. അപ്പോൾ ഭഗവാൻ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്തു? താൻ കാണിക്കുന്നതായും കാണണ്ടെന്ന് വിചാരിച്ച് വാതിലകത്തുനിന്ന് കൂട്ടി. അകത്തുനിന്ന് അടച്ചിട്ട് ഭഗവാൻ ആ തിരശ്ശീലമായിട്ട് നീക്കി. ആ തിരശ്ശീലയുള്ളിൽ വലിയ കണ്ണാടിയാണ്. അപ്പോൾ ആ തിരശ്ശീല നോക്കിയിട്ട് ഭഗവാൻ അവനവൻ്റെ പ്രതിബിംബം എവിടെ കണ്ടു? കണ്ണാടിയിൽ കണ്ടു. കുറേ നേരം ഭഗവാൻ നമ്മളൊക്കെ കണ്ണാടി നോക്കി ഇങ്ങനെ ചിരിക്കുക, നമ്മുടെ പ്രതിബിംബം നോക്കി രസിക്കാറുണ്ട്. ഇതുപോലെ ഭഗവാൻ തന്നെ ആ തിരശ്ശീല നീക്കിയിട്ട് ആ ദ്വാരകയുടെ അന്തപുരത്തിൽ വലിയ കണ്ണാടിയിൽ തൻ്റെ തിരുമുഖം നോക്കിയിട്ട് ഭഗവാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് ഉറക്കം പറഞ്ഞു അത്ര എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് ദ്വാരകയിൽ എല്ലാവരും പറയുന്നുണ്ട്. വെറുതെ ഒന്നുമല്ല, നല്ല ഭംഗിയുണ്ട് എന്ന് ഭഗവാൻ തന്നെ ആത്മകഥ ഉച്ചത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഭഗവാനോട് തിരിഞ്ഞു. ഭഗവാൻ ആ തിരശ്ശീലോട് നീക്കി തിരിഞ്ഞ സമയത്ത് ആ മുറിയിൽ നിലത്തൊരു കനകി നോക്കിട്ട് ആരിയ്ക്കുന്നുണ്ട്? ഉദ്ധവൻ ഇരിക്കുന്നുണ്ട്. ഉദ്ധവനോട് ഇതുവരെ ചിരിക്കുക. ഉദ്ധവൻ എപ്പോഴാണ് അവിടെ വന്നത്? എഴുന്നേറ്റിട്ട് ഭഗവാനെ നോക്കി. ഞാൻ ഇവിടെ ഇരിക്കണ്ടായിരുന്നു ഭഗവാൻ. അപ്പോൾ ഭഗവാൻ മനസ്സിലായി ഞാൻ ഈ കാണിച്ചതാര് കണ്ടു? ഉദ്ധവൻ കണ്ടു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു ഞാനിങ്ങോട്ട് വന്നതൊക്കെ എന്ത് കണ്ടു? ധ്യാനിച്ചിരിക്കുകയെന്നല്ല, ഞാൻ കണ്ടത് ഓർത്തിരുന്നില്ല ഭഗവാൻ. ഇങ്ങനെ ഉദ്ധവനെ മാത്രം അറിയുന്ന ഒരു രഹസ്യമായിരുന്നു ഭഗവാനെ ദ്വാരകയിൽ വെച്ച് കണ്ണാടി നോക്കിയ കഥ. ആ കഥയും ആക്ക് പറഞ്ഞു കൊടുത്തു, വിതുരന് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടിട്ട് വിതുരൻ പറഞ്ഞു അങ്ങനത്തെ ഭാഗ്യം ശരിയാണ്. കാരണം എത്രയോ കാലം ഭഗവാന്റെ കൂടെ ഇരിക്കാൻ കഴിയുക,
ഭഗവാൻ പറഞ്ഞ അമൃതമൊഴികളും ഒക്കെ അങ്ങക്ക് ധാരാളമായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഭഗവാൻ പറഞ്ഞ ഭാഗവത ധർമ്മങ്ങളൊക്കെ എനിക്കും പറഞ്ഞു തരാമോ ചോദിച്ചപ്പോൾ ഉദ്ധവനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ തൽക്കാലം ഏതായാലും ആ ഭാഗവത ധർമ്മങ്ങളും അങ്ങക്ക് പറഞ്ഞു തരുന്നില്ല. എന്താ കാരണം എന്നല്ലേ, എന്നോട് ഭഗവാൻ ഈ ഭാഗവത ധർമ്മങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് അന്ന് മൈത്രേയ മഹർഷി അവിടെ ഉണ്ടായി. ആ മൈത്രേയ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് എപ്പോഴെങ്കിലും വിദുരനെ കാണാൻ സാധ്യതയുണ്ട്. എൻ്റെ ഭക്തനായിരിക്കുന്ന വിദുരനെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഭാഗവതം മുഴുവനും ആർക്ക് പറഞ്ഞു കൊടുക്കണം, എൻ്റെ പ്രിയപ്പെട്ട ആ വിദുരന് അങ്ങ് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് മൈത്രേയ മഹർഷിക്ക് ഭഗവാൻ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനല്ല അങ്ങേക്ക് ഭാഗവതം പറഞ്ഞു തരേണ്ടത്, മൈത്രേയ മഹർഷി അങ്ങേക്ക് ഭാഗവതം പറഞ്ഞു തരും. ഇവിടെ അധികം ദൂരെയല്ല മൈത്രേയ മഹർഷിയുടെ ആശ്രമം, അവിടേക്കുള്ള വഴിയൊക്കെ ഉദ്ധവൻ പറഞ്ഞു കൊടുത്തു. അവിടെ ചെന്നാൽ മൈത്രേയ മഹർഷി ആശ്രമത്തിലുണ്ട്, അദ്ദേഹത്തെ കാണാം, അദ്ദേഹത്തിൽ നിന്ന് അങ്ങേക്ക് ഭാഗവതമൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞ് മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് വിദുരനെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് ഉദ്ധവൻ എന്ത് ചെയ്തു, ഉദ്ധവൻ നേരെ ബദരിയാശ്രമത്തിലേക്ക് നടന്നുപോയി, വിദുരൻ നേരെ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്കും നടന്നുപോയി. അങ്ങനെയാണ് വിദുരൻ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ഉദ്ധവൻ പറഞ്ഞതുപോലെ ഹരിദ്വാർ എന്ന് പറയുന്ന ആശ്രമത്തിൽ അവിടെ മൈത്രേയനെ കണ്ടു. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു മൈത്രേയ മഹർഷി. അതിന് ആസീനം എന്നാണ് സംസ്കൃതത്തിൽ പറയും. അങ്ങനെ അവിടെ ഇരിക്കുന്ന മൈത്രേയ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മൈത്രേയ മഹർഷി വിദുരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കണ്ടപ്പോൾ തന്നെ അത് ആരാധന മനസ്സിലായി. അവിടെ വെച്ചിട്ട് കുറേ ചോദ്യങ്ങളാണ് ഈ വിദുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത്. ഇനി ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധം മുഴുവനും വിദുര മൈത്രേയ സംവാദമാണ്. അത് കഴിഞ്ഞ് 4-ാമത്തെ സ്കന്ധം പൂർണ്ണമായിട്ടും വിദുര മൈത്രേയ സംവാദമാണ്. അപ്പം നമ്മൾ ഇന്ന് കേൾക്കുന്നതും ഇനി നാളെ കേൾക്കുന്നതുമായ എല്ലാ കഥകളും ശരിക്കും പറഞ്ഞാൽ വിദുര മൈത്രേയ സംവാദമാണ്. മൈത്രേയ മഹർഷി ശരിക്കും ക്ലാസ് എടുക്കണ മാതിരിയാണ് അത്ര ഭാഗവതം പറഞ്ഞോളൂ. കാരണം വലിയ വലിയ ചോദ്യങ്ങളാണ് ചോദിച്ചത്. വിദുരൻ ചോദിച്ചതൊന്നും പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്ന ചോദ്യങ്ങളല്ല, ഗംഭീരങ്ങളായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ വിദുരൻ്റെ ഒരു ചോദ്യം, ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം മന്യതുപാരമം വ വിന്ദേന ഭൂയ സ്തതേവ ദുഃഖം യദത്രയുക്തം ഭഗവാൻ വദേന. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. ഇതിൻ്റെ അർത്ഥം എന്താ? സുഖായ കർമാണി കരോതി ലോകഃ, ലോകഃ സുഖായ കർമാണി കരോതി. ലോകത്തിലുള്ള മനുഷ്യരൊക്കെ സുഖം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തേഹി സുഖം, അവർക്ക് ആർക്കും ജീവിതത്തിൽ എന്ത് കിട്ടണമെന്നില്ല, സുഖമൊന്നും കിട്ടുന്നില്ല. സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ദുഃഖം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് മറുപടി ഒന്നും പറയാൻ കഴിയും. പക്ഷേ മൈത്രേയ മഹർഷി അതിമനോഹരമായിട്ട് അതിനൊരു മറുപടി പറയുന്നത്, ഈ സുഖം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനുഷ്യർക്ക് സ്വതവേ അറിയില്ല. ഇതറിയാത്ത മനുഷ്യർ സുഖം തേടിയിട്ട് എന്ത് ചെയ്യുന്നു? പുറം ലോകങ്ങളിലൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. പുറത്തെവിടെ അന്വേഷിച്ചാൽ എന്ത് കിട്ടില്ല? സുഖം കിട്ടില്ല. അപ്പോൾ ലോകത്തിലെ മനുഷ്യരൊക്കെ പുറമെ എവിടെയോ ആണ്, ഏതോ വസ്തുവിലാണ് സുഖമിരിക്കുന്നത് എന്ന് കരുതി പല പല വസ്തുക്കളും സ്വന്തമാക്കാൻ വേണ്ടി മനുഷ്യർ ഓടി നടക്കുകയാണ് ഈ ലോകത്തിൽ. ചില ആൾക്കാർ വിചാരിക്കും ധനം കിട്ടിയാൽ സുഖമാവും, അപ്പോൾ അവരെന്ത് ചെയ്യും? ധനം കിട്ടാൻ വേണ്ടി ഓടി നടക്കും. ചിലർ വിചാരിക്കും നല്ല വീട് വെച്ചാൽ സുഖമാവുമെന്ന് വിചാരിക്കും, അതിനു വേണ്ടി ഓടി നടക്കും. വസ്തുക്കൾ പലതും കൂട്ടി വെച്ചാൽ സുഖമാവുമെന്ന് വിചാരിച്ച് മനുഷ്യർ എന്ത് ചെയ്യും? പല പല വസ്തുക്കളും സ്വന്തമാക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ ലോകത്തിൽ കാണുന്ന ഈ വസ്തുക്കളിൽ ഒന്നും തന്നെ വാസ്തവത്തിൽ സുഖമിരിക്കുന്നില്ല. സുഖം എവിടെയിരിക്കണം? ഈ കസ്തൂരി എന്ന് പറഞ്ഞൊരു മാനൻ, ഈ കസ്തൂരിമാനെ പറ്റി ആൾക്കാർ പറയാറുണ്ട്. ഈ കസ്തൂരിമാൻ്റെ നാഭിയിൽ നിന്നാണ് എന്ത് വരിക? ഈ കസ്തൂരിയുടെ സുഗന്ധം വരും. പക്ഷേ കസ്തൂരിമാൻ അറിയുന്നില്ല എൻ്റെ നാഭിയിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ കസ്തൂരിമാൻ എന്ത് ചെയ്യും? ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി പുല്ലായ പുല്ല് മുഴുവനും ഈ മാൻ എന്ത് ചെയ്തു? അന്വേഷിച്ച് നടക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ എന്തുണ്ട്? ശരിയായ സുഖമിരിക്കുന്നുണ്ട്. ആ ശരിയായ സുഖത്തിനെയാണ് ആനന്ദം, പരമാനന്ദം എന്നൊക്കെ പറയും.
അപ്പം നമ്മളുടെ ഉള്ളിൽ ആനന്ദം ഇരുന്നിട്ട് സുഖമിരുന്നിട്ട് അതെവിടെയാണെന്ന് നമ്മൾ പുറമെ അന്വേഷിച്ചാൽ അത് വെറുതെയാണെന്ന് അർത്ഥം. പണ്ട് ഏതൊരു ഗുരുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ സൂചി കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പം ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു? എല്ലാവരും പറമ്പിലൊക്കെ തിരഞ്ഞു. ഗുരുവിൻ്റെ സൂചി കണ്ടുപിടിക്കണ്ടേ? പറമ്പിൽ എല്ലാ സ്ഥലത്തും സൂചിയാണ്, പെട്ടെന്ന് നോക്കിയാലൊന്നും കാണൂല്ല. അങ്ങനെ അന്വേഷിച്ച് പറമ്പായ തെക്കേ പറമ്പിലെ, വടക്കേ പറമ്പിലെ, കിഴക്കേ പറമ്പിലെ, പടിഞ്ഞാറ് ഭാഗത്ത് അവിടെയൊക്കെ തിരഞ്ഞു. ഒരു 5-8 മണിക്കൂർ കഴിഞ്ഞിട്ടും സൂര്യൊന്നും കിട്ടിയില്ല. ഒരു പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ചുറ്റും കൂടി ഗുരുവിനൊരു ഗുരുനാഥ, ഇതുവരെ ഞങ്ങൾക്ക് സൂചി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വാസ്തവത്തിൽ എവിടെയാണ് ഈ സൂചി കളഞ്ഞുപോയത് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാലോ. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അകത്താണ് സൂചി പോയത്, പിന്നെ ഞങ്ങളെ കൊണ്ട് ഇതിനെ പുറത്തൊക്കെ ഗ്രഹിച്ചത് ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഇതാണ് ലോകം. ഒരു സാധനം എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത് അവിടെ വേണ്ടേ തിരഞ്ഞു നോക്കുക. വാസ്തവത്തിൽ സൂചി പോയത് എവിടെയാണ്? അകത്താണ്. ആ അകത്ത് നഷ്ടപ്പെട്ടു പോയ സൂചി പുറത്ത് തെരഞ്ഞാൽ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ലോകത്തിൽ വാസ്തവത്തിൽ ജനങ്ങളൊക്കെ ചെയ്യുന്നതാണ്, സുഖം കിട്ടാൻ വേണ്ടി സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയാൽ മാത്രം മതി. ആ സ്വന്തം ഹൃദയത്തിലാണ് മനുഷ്യന് വേണ്ട എല്ലാ ആനന്ദവും കുടികൊള്ളുന്നത്. കാരണം ആനന്ദസ്വരൂപിയായ ഭഗവാൻ എവിടെ ഇരിക്കുന്നുണ്ട്? ഹൃദയത്തിലിരിക്കുന്നുണ്ട്. ആ ഹൃദയവാസിയായ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നാൽ പരമാനന്ദം അനുഭവിക്കുക. അതല്ലാതെ ലോകത്തിൽ കാണുന്ന നിസ്സാരമായ വസ്തുക്കളിലൊന്നും സുഖം കണ്ടെത്താൻ കഴിയില്ല എന്ന് ഒന്നാമത്തെ ചോദ്യത്തിന് മൈത്രേയ മഹർഷി മറുപടി പറഞ്ഞു. പിന്നെ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു വിതുരൻ. ആ ചോദ്യം എന്തായിരുന്നു? എങ്ങനെയാണ് ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. അതിലൊക്കെ പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല. പക്ഷെ മൈത്രേയ മഹർഷി അനായാസമായിട്ടാണ് ആ ഉത്തരവും പറഞ്ഞു കൊടുക്കുന്നത്. പണ്ട് ഈ കാണുന്ന പ്രപഞ്ചം ഇതുപോലെ ഇല്ലായിരുന്നു. അന്ന് ആരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭഗവാന് തോന്നിയത്രയോ ഉറങ്ങാം. അങ്ങനെ ഭഗവാൻ ഇപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഏതായാലും ജോലിയൊന്നുമില്ല, എന്നാൽ അത്തിരി കിടക്കണ്ടേ എന്ന് വിചാരിക്കും. ഇത് തന്നെയാണ് ഭഗവാനും തോന്നിയത്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? സുഖമായി എത്രയോ യുഗങ്ങളോളം ഭഗവാൻ കിടന്നുറങ്ങി. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങിയ ആരാ ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, ഭഗവാനാണ്. എത്രയോ യുഗങ്ങളാണ് ഭഗവാൻ കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കാലമാകുന്ന ശക്തി ആദ്യം എഴുന്നേറ്റു. അത് കഴിഞ്ഞ് ആ കാലമാകുന്ന ശക്തി ഭഗവാനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഭഗവാൻ തന്നെ കണ്ണു തുറന്നു. ഭഗവാൻ കണ്ണു തുറന്ന് ആ ശക്തി നോക്കിയ സമയത്ത് അതിൽ നിന്ന് ആദ്യമായിട്ടൊരു തത്വമുണ്ടായി. കഥ പറയുന്നത് പോലെ മൈത്രേയ മഹർഷി ശരിക്ക് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന് പറയുന്നത് ഏത് കുട്ടിക്കാൻ മനസ്സിലാവാത്തത് ഏത് കുട്ടിക്കും മനസ്സിലാവും. അങ്ങനെ ഭഗവാൻ ആ ശക്തിയെ നോക്കിയപ്പോൾ അതിൽ നിന്നുണ്ടായ ഒന്നാമത്തെ തത്വത്തിൻ്റെ പേര് മഹാൻ എന്നാണ്. അതിനെ മഹത്തത്വം എന്ന് പറയും. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായത് മഹത്തത്വമാണ്. പിന്നെ അതിൽ നിന്ന് അഹം എന്ന് പറയുന്ന രണ്ടാമതൊരു തത്വം ഉണ്ടായി. അഹം എന്ന തത്വം പിന്നീട് 3 ഗുണങ്ങളോട് ചേർന്നിട്ട് അത് 3ആയിട്ട് പരിണമിച്ചു. അങ്ങനെ സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം, അങ്ങനെ 3 അഹങ്കാരങ്ങളുണ്ട്. ഈ 3 അഹങ്കാരങ്ങളിൽ നിന്നാണ് പിന്നീട് പഞ്ചഭൂതങ്ങളുണ്ടായി. അതുപോലെ പഞ്ചതന്മാത്രകളുണ്ടായി. പഞ്ചഭൂതങ്ങളാണ് മണ്ണ്, വെള്ളം, തീയ്, കാറ്റ്, ആകാശം. ഇതിനാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. ഈ ഓരോരോ ഭൂതത്തിനും ഓരോ തന്മാത്രയുണ്ട്. അതാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അപ്പോൾ 5 ഭൂതങ്ങളും ഉണ്ടായി, 5 തന്മാത്രകളും ഉണ്ടായി. 5 × 10 ആയി. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി. അതാണ് കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി. പിന്നെ കർമ്മം ചെയ്യാൻ വേണ്ടി 5 ഇന്ദ്രിയങ്ങളുണ്ടായി. അതിനെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയും. അത് വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം. ഇതാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. പിന്നീട് മനസ്സുണ്ടായി, ബുദ്ധിയുണ്ടായി, അഹങ്കാരമുണ്ടായി, ചിത്തമുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ കൃത്യം 24 തത്വങ്ങളാണ്. ഈ 24 തത്വങ്ങളാണ് പ്രപഞ്ചം നിർമ്മിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട തത്വങ്ങൾ. ഈ 24 തത്വങ്ങൾക്കും മൈത്രേയ മഹർഷി വിതുരനോട് പറഞ്ഞു, ഓരോരോ തത്വത്തിനും ഓരോരോ ദേവതയുണ്ട്. ആ ദേവതമാരൊക്കെ ആകെ എത്രയുണ്ടാവും? 24 തത്വങ്ങൾക്ക് 24 ദേവതമാരുണ്ട്. ആ ദേവതമാരുടെ പേര് മുഴുവൻ ആര് പറഞ്ഞു കൊടുത്തു? വിതുരൻ മൈത്രേയ മഹർഷിയിൽ നിന്ന് കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ 24 ദേവതമാരും കൂടി ചേർന്ന് അന്ന് ഭഗവാനെ അതിമനോഹരമായിട്ട് സ്തുതിച്ചു. ആ സ്തുതി എനിക്കൊന്ന് കേൾക്കണം എന്നാര് പറഞ്ഞു? വിതുരൻ പറഞ്ഞ സമയത്ത് മൈത്രേയ മഹർഷി
ഇന്ദ്രിയാഭിമാനികളായ ദേവതമാര് സ്തുതിച്ച അതിമനോഹരമായ സ്തുതിയും ആരെയും കേൾപ്പിച്ചു? ഈ വിദുരനെ കേൾപ്പിച്ചു. ഭാഗവതത്തിലെ വളരെ രസമുള്ള ഒരു സ്തുതിയാണ് ഈ ഇന്ദ്രിയാഭിമാനികളായ ദേവതമാര് ചെയ്യുന്ന സ്തുതി. അവരെന്താ ഭഗവാനെ പറ്റി പറയണം? അവർ പറയണു, നമാമതേദേവ പദാരവിന്ദം പ്രപന്നതാവോപശമാതപത്രം യൻ മൂലവേദ യതയോഞ്ചസോരു സംസാര ദുഃഖം ബഹിരുക്ഷിപന്തി. അപ്പൊ എല്ലാ 24 ദേവതമാരാണ് ആകെയുള്ളത്. ആ 24 ദേവന്മാരും കൂടി ആ സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ ഭഗവാനെ കണ്ട സമയത്ത് ഭഗവാനെ സ്തുതിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഭഗവാന്റെ പദാരവിന്ദത്തിൽ നമസ്കരിക്കുന്നു. പ്രപന്നതാപോപശമാതപത്രം. ഭഗവാനെ കണ്ടപ്പോൾ ഈ ഇന്ദ്രിയാഭിമാനികളായ ദേവതമാര് പറയാണ്, അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ആതപത്രം പോലെയാണ്. ആതപത്രം എന്ന് പറഞ്ഞാൽ കുട എന്നാണ് അർത്ഥം. ഇതിന് വേറെ അർത്ഥമൊന്നുമില്ല. ആതപം എന്ന് പറഞ്ഞാൽ വെയിലെന്നർത്ഥം. ആതപത്രം എന്ന് വെച്ചാൽ വെയിലിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് കൊണ്ടാണ് അതിന് സംസ്കൃതത്തിൽ ആതപത്രം എന്ന് പേരുണ്ടായി. അപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ ഈ ദേവതമാർക്ക് എന്ത് തോന്നി? ഭഗവാൻ എത്രയോ വലിയ ഒരു കുടയാണ് എന്നാണ് അവർ പറഞ്ഞത്. നല്ല കുടയുണ്ടെങ്കിൽ എന്താ, മീനമാസം നല്ല ചൂടുണ്ടാവുമല്ലോ പറഞ്ഞു. അപ്പം മീനമാസം നല്ല ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മളെന്ത് കയ്യിൽ വയ്ക്കും? നല്ലൊരു കുട വയ്ക്കും. നല്ലൊരു കുട നമ്മൾ കയ്യിൽ വെച്ചാൽ ആ സൂര്യൻ്റെ ചൂടൊന്നും നമുക്ക് അങ്ങനെ ഏശില്ല. ഇതേപോലെ സംസാരമാകുന്ന ചൂടനുഭവിക്കുന്ന എല്ലാവർക്കും പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കുടയാണ് ഭഗവാന്റെ പാദമാകുന്ന കുട എന്നാണ് ഈ ദേവതമാര് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ പാദമാകുന്ന കുട ആരാണോ പിടിച്ചിരിക്കുന്നത് അവർക്ക് എന്തുണ്ടാവില്ല? സംസാര ദുഃഖം ബഹിരുക്ഷിപന്തി. വെയിലൊക്കെ പുറത്തേക്ക് പോലും കുട പിടിച്ചാലുള്ള ഗുണം എന്താ? നമ്മളെ കുടയെ പറ്റി അധികം ഒന്നും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ കുടയെ പിടിച്ചിങ്ങനെ പോകുന്നതല്ലാതെ അതിൻ്റെ താത്വിക വശങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളൊരു കുട പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വെയില്, ചൂട് മുതലായ കാര്യങ്ങളൊക്കെ കുടയുടെ പുറത്തേക്ക് അങ്ങോട്ട് പോയിക്കോളും. നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇതേപോലെ ജീവിതയാത്രയും ഇങ്ങനെയാണ്. ജീവിതയാത്ര ഏറ്റവും സുഖകരമാവാൻ വേണ്ടി എല്ലാ മനുഷ്യരും ഭഗവാന്റെ പാദപത്മമാകുന്ന ഒരു കുട പുറകെ പിടിച്ചാൽ മതി. ആ വിടാൻ പാടില്ല. കുട പിടിച്ചാൽ പിന്നെ നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നത് വരെ എന്ത് ചെയ്യണം? കുട പിടിച്ച് നടക്കണം. വിടാൻ പാടില്ല. ഇതുപോലെ ഭഗവാന്റെ പാദം പിടിച്ചു കഴിഞ്ഞാൽ അത് വിടാതെ പിടിക്കണം. അപ്പോൾ ഒരു തരത്തിലുള്ള സംസാര ദുഃഖവും ആ ഭക്തന്മാരെ ബാധിക്കുകയില്ല. ഇങ്ങനെ കുറേ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് ഈ ദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിച്ചത്. ആ സ്തുതി കേട്ട് ഭഗവാൻ പ്രസന്നനായി. ഭഗവാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പ്രപഞ്ചം നിർമ്മിക്കാനുള്ള ശക്തി തരാം. അങ്ങനെ ആ ഇന്ദ്രിയാഭിമാനികളായ എല്ലാ ദേവതമാർക്കും പ്രപഞ്ചം നിർമ്മിക്കാനുള്ള ശക്തി ഭഗവാനാണ് കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാൻ കൊടുത്തപ്പോഴെന്തായി? കാലിന് സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റി. നമ്മൾ സഞ്ചരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തൊരു അത്ഭുതമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വതവേ ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ലേ? ഈ മനുഷ്യൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് എത്രയോ പേര് ധാരാളം ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ 1000, 2000 പേജുള്ള ഗ്രന്ഥങ്ങളിലാണ് മനുഷ്യൻ്റെ നടത്തത്തെ പറ്റി പഠിച്ച ആൾക്കാരെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനൊരിക്കൽ കണ്ണിനെ പറ്റി എഴുതിയ പുസ്തകമുണ്ട്, ഇത്ര കട്ടിയുണ്ട്. അപ്പോൾ അത് വായിച്ചൊരാൾ വെച്ചിരുന്നത് എന്താ? അത് മുഴുവനും തിരുമേനി മനുഷ്യൻ്റെ കണ്ണിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ തന്നെ എന്നോട് പറയുന്നത് 1ാമത്തെ വോള്യാണ്. ഇതേപോലെ കുറേ വോള്യ പോഷണമായിട്ട് പുസ്തകങ്ങളുണ്ട്. ഇത് മുഴുവനും ശാസ്ത്രജ്ഞന്മാർ മനുഷ്യൻ്റെ കണ്ണിനെ പറ്റി എഴുതി വെച്ച പുസ്തകങ്ങളാണ്. അപ്പോൾ നമ്മളതിനെപ്പറ്റി ഒന്നും അധികം ചിന്തിക്കാറില്ല എന്ന് മാത്രം. മൈത്രേയ മഹർഷി ഇത്തരത്തിലുള്ള അതിസൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ പാട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വിതുര മഹാശയനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിതുര നല്ല ബുദ്ധിയാണ്, എല്ലാം കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നടക്കുക എന്ന് പറയുന്ന വാസ്തവത്തിൽ അത്ഭുതമാണ്. കാരണം നടക്കുമ്പോൾ കാല് പിന്നിലേക്കാണല്ലോ മടക്കുക അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചായ കഴിക്കാൻ പോകുമ്പോൾ നോക്കിക്കോളൂ, എങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ ഈ കാലെപ്പോഴും പിന്നിലേക്കാണ് മടക്കുക. കാലിങ്ങനെ പിന്നിലേക്ക് മടക്കിയിട്ടാണല്ലോ നമ്മൾ മുന്നിലേക്ക് പോകണതല്ലേ? അത് തന്നെ എന്തോ ഒരു അത്ഭുതം. പിന്നെ ആകപ്പാടെ ഒരു 80 കിലോ ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ കാലിൻ്റെ അടി വളരെ ചെറുതായിരിക്കും അല്ലേ? ആ ചെറിയൊരു കാലിൻ്റെ അടി വെച്ചിട്ടല്ലേ നമ്മുടെ ഈ ലോകം മുഴുവൻ ഓടി നടക്കുന്നതല്ലേ? ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ്. നമ്മളെവിടെയും വീഴാണ്ടങ്ങനെ ഓടി നടക്കുന്നുണ്ട്, ചാടി നടക്കുന്നുണ്ട്. അപ്പോൾ വിതുരനോട് മൈത്രേയ മഹർഷി പറഞ്ഞു, ഭഗവാൻ കാലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. ഭഗവാൻ കണ്ണിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ
അല്ലയോ വിതുര മഹാശയ കണ്ടുകൊണ്ട് എല്ലാ വസ്തുക്കളെയും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. നാവിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ശക്തി ഇരിക്കുന്നത് കൊണ്ടാണ് നാവ് കൊണ്ട് മധുരമാണോ ചവർപ്പാണോ കയ്പാണോ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഭഗവാൻ നാവിലിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അനായാസമായിട്ട് സങ്കല്പിക്കാൻ കഴിയുന്നത്. മനസ്സിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ്. ബുദ്ധിയുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വായന കഴിഞ്ഞാൽ നേരെ നമുക്കറിയാമല്ലേ എവിടെയാ ഭക്ഷണം കിട്ടുക, വഴിമാറി പോകാറില്ലല്ലോ. കൃത്യമായിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഇരിക്കണം, ഭക്ഷണം കഴിക്കണം. നേരെ മറിച്ച് നമ്മുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കണമെങ്കിലെങ്കിലും എവിടെയാ ഭക്ഷണം കിട്ടുക എന്ന് അറിയില്ല, നമുക്ക് അറിയില്ല എങ്ങനെയാ പോകേണ്ടത്. അപ്പൊ നമ്മുടെ ബുദ്ധിയിലുള്ളിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ മൈത്രേയ മഹർഷി വിതുരനോട് പറഞ്ഞു നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പം മനുഷ്യന്റെ ശരീരം എങ്ങനെയാണോ അതേപോലെയാണത്രേ പ്രപഞ്ചത്തിന്റെ ശരീരവും എന്നാര് പറഞ്ഞു? മൈത്രേയ മഹർഷി വിതുരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ മനുഷ്യ ശരീരത്തെ പറ്റി അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ പറ്റി പിന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? മനുഷ്യ ശരീരത്തിലുണ്ട്. മനുഷ്യ ശരീരത്തിലുള്ള സകല തത്വങ്ങളും എവിടെയുണ്ട്? ഈ മഹാപ്രപഞ്ചത്തിലുമുണ്ട്. അത് ഏതുപോലെ ചോദിച്ചാൽ അധ്യാപകരൊക്കെ ചിലപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ്സിൽ ഇപ്പോൾ ഭൂമിയെ പറ്റി പഠിപ്പിക്കാൻ എന്താ ചെയ്യുക? ഒരു ചെറിയൊരു പന്ത് ക്ലാസ്സിൽ കൊണ്ടുവരും, ഗ്ലോബ് എന്നാണ് ഇതിൽ പറയും. ആ ഗ്ലോബ് മേശയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ സോഷ്യൽ സയൻസിൻ്റെ ടീച്ചർക്ക് ഭൂമിയെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ കൊച്ചു കുട്ടികൾക്ക് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കുട്ടികളെ വിളിച്ചിട്ട് ഇത് അങ്ങോട്ട് വന്നോളൂ, ഇതാണ് അമേരിക്ക. ആ മേശയുടെ കൊണ്ട് തന്നെ തിരിയുന്ന ഗ്ലോബ് തൊട്ടിട്ട് ഇത് ഇവിടെയാണ് അമേരിക്ക, ഇവിടെയാണ് ചൈന, ഇവിടെയാണ് ഭാരതം, ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രം, ഇതാണ് ശാന്തസമുദ്രം, ഇതിലെങ്ങനെ അങ്ങനെ 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 പോയാൽ എവിടെയാണ് എറണാകുളം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ടീച്ചർ ആ ഗ്ലോബിൽ കാണിച്ചു കൊടുക്കും. ആ കുട്ടികളുടെ മുഖത്ത് എന്തൊരു അത്ഭുതമായിരിക്കില്ലേ. അപ്പോൾ അത് ചില കുട്ടികൾക്ക് ആകപ്പാട് ഇത്ര വലിപ്പേ ഉള്ളൂ ടീച്ചറെ, ഭൂമിക്കല്ല, ഇതാ വലിയ ഭൂമിയുടെ ഒരു ചെറിയ പതിപ്പാണ്. അപ്പോൾ ആ ഗ്ലോബ് നല്ലതുപോലെ പഠിച്ചാൽ ഭൂമിയെ പറ്റി സകല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും, ഒരു പ്രയാസമില്ലാതെ പഠിക്കാൻ കഴിയും. ഇതേപോലെ വിതുരനോട് മൈത്രേയ മഹർഷി പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് എവിടെ നടക്കുന്നത്? ഈ മഹാപ്രപഞ്ചത്തിൽ നടക്കുന്നത്. ഈ മഹാപ്രപഞ്ചം ഓരോ നിമിഷം കഴിയുന്തോറും അത് തന്നെ വികസിച്ച് 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 വരികയാണ്. എത്രയോ വലിയ ഈ മഹാപ്രപഞ്ചത്തെ എങ്ങനെയാണ് ഭഗവാൻ കൊണ്ടു നടക്കുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. കാരണം അഹോ ഈശ്വരലീലേയം ദുർവിഭാവ്യ ശരീരിണ. ഈ ഭഗവാന്റെ ലീലകളുടെ രഹസ്യമൊന്നും നമ്മളെപ്പോലുള്ള അല്പബുദ്ധികൾക്ക് അല്ലയോ വിതുര മഹാശയ അറിയാൻ കഴിയില്ല എന്നാര് പറഞ്ഞു? മൈത്രേയ മഹർഷി പറഞ്ഞു. എന്തിനാണ് ഭഗവാൻ ഈ ലീലകളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമില്ല. ഭഗവാൻ സൃഷ്ടിക്കുന്നു, ഭഗവാൻ സംരക്ഷിക്കുന്നു, ഭഗവാൻ നശിപ്പിക്കുന്നു. ഏതുപോലെ ഈ കൊച്ചു കുട്ടികളെയൊക്കെ കണ്ടിട്ടല്ലേ, അവരിപ്പോഴുള്ള കുട്ടികളല്ല കേട്ടോ, പഴയ കാലത്ത് ഒരു 2-3 തലമുറ മുമ്പേയുള്ള കുട്ടികളൊക്കെ അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് എന്തുണ്ടാക്കും? എന്തെങ്കിലുമൊക്കെ ചില ഓലകളോ കമ്പുകളോ ഒക്കെ കൊണ്ടുവന്നിട്ട് ചെറിയ അമ്പലം വെച്ച് കളിക്കും. ഞാനൊക്കെ അമ്പലം വെച്ച് കളിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വീടിൻ്റെ മുറ്റത്തൊരു അമ്പലമൊക്കെ കെട്ടിയുണ്ടാക്കി ചിരട്ടയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് പായസമാണ്, ഇത് നെയ്പായസമാണ്, ഇത് അവിയലാണ്, ഇത് ചോറാണ് എന്നൊക്കെ പറഞ്ഞ് മണ്ണൊക്കെ വാരിയിട്ട് ചിരട്ടയിൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതിലവിടെ നിന്ന് നമ്മൾ കളിക്കും, കുറേ നേരം കളിക്കും. അവസാനം ഈ അമ്പലം ഉണ്ടാക്കിയ കുട്ടികൾ തന്നെയാണ് എന്ത് ചെയ്യുക? ഇതൊക്കെ പാടെ തച്ചു പൊട്ടിച്ച് വലിച്ചെറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഏതോലി കവി ഈ വിതുരമൈത്രേയ സംവാദം വായിച്ചിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. വിശ്വം ചമയ്ക്കുമുടനേയതു കത്തഴിക്കും വിശ്വീകനാഥനും കളിപ്പുര എന്ന പോലെ. കൊച്ചു കുട്ടികളെ കളിപ്പുരയുണ്ടാക്കി കളിക്കുന്നത് പോലെയാണ് ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചം എപ്പോഴാണോ ഉണ്ടാക്കണം തോന്നുന്നത് ആ സമയത്ത് അതിമനോഹരമായിട്ട് ഉണ്ടാക്കുന്നു. അതിൽ ലീലകളൊക്കെ ആണെന്ന് തോന്നുമ്പോൾ ഭഗവാൻ അതിൽ അനേകം ലീലകളാടുന്നു. ഇതെല്ലാം കൂടി തച്ചുപൊട്ടിച്ചു കളയണം എന്ന് എപ്പോഴാണോ ഭഗവാൻ തോന്നുന്നത് ആ സമയത്ത് ഭഗവാൻ എല്ലാം നശിപ്പിക്കുന്നു. ഇതിനാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയും. ഇങ്ങനെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അവിരാമമായി അനുസ്യൂതമായി ഈ പ്രപഞ്ചത്തിൽ എല്ലാ നിമിഷവും നടക്കുന്നുണ്ട് എന്ന് വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയിൽ നിന്ന് കേട്ട സമയത്ത് അദ്ദേഹത്തിന് അത്ഭുതം തോന്നിയത്. അപ്പം അദ്ദേഹം ചോദിച്ചു, സാധാരണ ഈ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അതെന്താ അങ്ങനെ പറയാൻ കാരണം?
അപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു, അതെന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞു തരാം. വാസ്തവത്തിൽ ഈ സത്യലോകത്തിലാണ് ആര് താമസിക്കുന്നത്? ഈ ബ്രഹ്മാവ് താമസിക്കുന്നത്. ബ്രഹ്മാവ് സത്യലോകത്തിൽ താമസിക്കുന്നതിന് മുമ്പ് പണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടക്കുന്ന കാലത്ത് ആദ്യമായിട്ട് ഉണ്ടായത് ഒരു താമരപ്പൂവാണ്. ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ഈ താമരപ്പൂവ് ഉണ്ടായത്. അപ്പൊ ഭഗവാന്റെ നാഭിയിൽ നിന്നൊരു താമരപ്പൂ ഉണ്ടായപ്പോൾ ആ താമരപ്പൂവിലാണ് ആര് പ്രത്യക്ഷപ്പെട്ടത്? ആ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ബ്രഹ്മാവിന് കമലഭൂ എന്നൊരു പേര്. കമലം എന്ന് വെച്ചാൽ താമരപ്പൂ. താമരപ്പൂവിൽ ഉണ്ടായത് കൊണ്ടാണ് ബ്രഹ്മാവിനെ കമലഭൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ താമരപ്പൂവിൽ അന്ന് ആര് മാത്രമേ ഉള്ളൂ? ബ്രഹ്മാവ് മാത്രം. അപ്പൊ ബ്രഹ്മാവ് ആലോചിച്ചു, ഞാൻ എങ്ങനെയാ ഈ താമരപ്പൂവിൽ എത്തിയത്? എവിടെ നിന്നാണ് ഈ താമരപ്പൂ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടി ബ്രഹ്മാവ് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മുഖമുണ്ട്. പക്ഷെ ബ്രഹ്മാവിന് ഉത്തരവൊന്നും കിട്ടിയില്ല. പിന്നെ ബ്രഹ്മാവ് നേരെ തെക്ക് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മുഖമുണ്ടായി. ബ്രഹ്മാവ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മുഖമുണ്ടായി. പിന്നീട് വടക്ക് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും ഒരു മുഖമുണ്ടായി. ഇങ്ങനെ ചത്വാരിലേഭേ അനുദിശം മുഖാനി, 4 ദിക്കിലേക്ക് നോക്കിയപ്പോൾ ബ്രഹ്മാവിന് 4 മുഖമുണ്ടായി. അപ്പൊ 4 തലയുണ്ടായി. ഈ 4 തല കൊണ്ട് ബ്രഹ്മാവ് കുറേ നേരം ഇരുന്ന് ആലോചിച്ചു, ആരാണ് ഈ താമരപ്പൂ ഉണ്ടാക്കിയത്? താമരപ്പൂ എവിടെ നിന്നാണ് ഉണ്ടായത്? ഞാനാരാണ്? ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ചോദിക്കാൻ ആരുമില്ല. എല്ലാ ഭാഗത്തും സമുദ്രജലമല്ലാതെ ബ്രഹ്മാവ് ദൂരമൊന്നും കണ്ടില്ലേ. അപ്പൊ ബ്രഹ്മാവിന് തോന്നി, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? എന്നാൽ ഈ താമരപ്പൂവിൻ്റെ ഉള്ളിൽ കൂടെ അന്വേഷിച്ച് പോവാം എന്ന് കരുതി ബ്രഹ്മാവ് തൻ്റെ യോഗശക്തി കൊണ്ട് വളരെ ചെറിയ ഒരു ശരീരമെടുത്തു. മൈത്രേയ മഹർഷി പറഞ്ഞിട്ടുള്ള കഥയാണ്. വളരെ രസമാണ് കഥകളൊക്കെ. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഈ താമരപ്പൂ നോക്കിയാൽ കാണാം അതിൽ വളരെ നീണ്ട ഒരു പച്ച നിറത്തിലുള്ള തണ്ടുണ്ട്. ആ തണ്ടിൻ്റെ ഉള്ളിൽ അത് പൊട്ടിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ വളരെ ചെറിയൊരു നൂലുണ്ട്. ഇത് ബിസറന്തു എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അങ്ങനെ ബ്രഹ്മാവ് വളരെ ചെറിയൊരു ശരീരമെടുത്ത് ആ താമരപ്പൂവിൻ്റെ ഉള്ളിൽ കൂടെ, ആ നാലിൻ്റെ ഉള്ളിൽ കൂടെ, ബിസറന്തുവിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് 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 ഇങ്ങനെ അന്വേഷിച്ച് 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 പോവുകയാണ്. എത്രയോ കാലം അന്വേഷിച്ചു, എത്രയോ കാലം യാത്ര ചെയ്തു. പക്ഷേ യാത്ര അവസാനിക്കുന്നേ ഇല്ല. കാലം കുറേ കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് തോന്നി, ഇതൊരു അവസാനിക്കാത്ത റോഡാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക? ഇതിപ്പോൾ എന്തെങ്കിലും ഒരു അവസാനം വേണ്ടേ? അവസാനം ബ്രഹ്മാവിന് തോന്നി തിരിച്ചു പോവുകയാണ് നല്ലത്. അങ്ങനെ ബ്രഹ്മാവ് ആ വന്ന വഴി മുഴുവനും തിരിച്ച് യാത്ര ചെയ്ത് അവസാനം താമരപ്പൂവിൽ തന്നെ വന്നിരുന്നു. അപ്പൊ ബ്രഹ്മാവിനൊരു കാര്യം മനസ്സിലായി, ഈ പുറമേ എന്നും അന്വേഷിച്ചാൽ ആരെ കാണില്ല? ഭഗവാനെ കാണുകയില്ല. ഉള്ളിൽ അന്വേഷിച്ചാലേ ഭഗവാനെ കാണുള്ളൂ എന്നുള്ള സത്യം ബ്രഹ്മാവിന് മനസ്സിലായി. അങ്ങനെയാണ് ബ്രഹ്മാവ് കുറേ കാലം അല്ലയോ വിതുര മഹാശയ ആരെ തപസ് ചെയ്തു? ഭഗവാനെ തപസ് ചെയ്തു. കണ്ണടച്ച് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് തപസ് ചെയ്തത്. വാസ്തവത്തിൽ ലോകത്തിൽ എല്ലാ മനുഷ്യരും എന്താ ചെയ്യേണ്ടത്? വിടാതൊരു ഭാഗത്തിരിക്കുക, കണ്ണടയ്ക്കുക, അവനവനുള്ളിലേക്കാണ് നോക്കേണ്ടത്. അതിനാണല്ലോ ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ഏത് മനുഷ്യനും സാക്ഷാത്കരിക്കാൻ കഴിയും. അങ്ങനെ ബ്രഹ്മാവ് സ്വന്തം ഹൃദയത്തിലാണ് ആരെ കാണുന്നത്? സാക്ഷാൽ ഭഗവാനെ കാണുന്നത്. ആ ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ കണ്ടു. ആ ഭഗവാന്റെ രൂപം കണ്ട സമയത്ത് വലിയ സന്തോഷം തോന്നി, വലിയ ആനന്ദം തോന്നി. അമ്മ അവിടെ വെച്ചിട്ടാണ് ബ്രഹ്മാവ് ആരെ സ്തുതിക്കുന്നത്? തൻ്റെ മുന്നിൽ പ്രത്യക്ഷനായ ആ ഭഗവാനെ ബ്രഹ്മാവ് അനേകം മന്ത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുകയാണ്. അതുവരെയുള്ള കഥകളാണ് നമ്മൾ വായിച്ചത്. ഇനി നമുക്ക് ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് കേൾക്കാനുള്ളത്. അത് ഭാഗവതത്തിൽ ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന